ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ട തന്റെ അച്ഛന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പണമില്ലാതെ നിൽക്കുന്ന ഒരു 16-കാരൻ. തന്റെ വിവാഹത്തിന് സ്വന്തമായി ഒരു കോട്ട് പോലും വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് സിനിമാ ഷൂട്ടിങ്ങിന് ലഭിക്കുന്ന വാടക കോട്ടും ധരിച്ചു നിൽക്കുന്ന ഒരു 25-കാരൻ. ഈ പറഞ്ഞ രണ്ടവസ്ഥയിലും അയാൾക്കില്ലാതിരുന്നത് പണമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കപ്പുറം ഇന്ന് അയാൾ ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരനായ നടനാണ്. പറഞ്ഞു വരുന്നത് ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ SRK അഥവാ ഷാറൂഖ് ഖാനെ കുറിച്ചാണ്. വിജയിച്ച ഓരോ മനുഷ്യനും ലോകത്തോട് പറയാൻ വലിയൊരു കഥയുണ്ടാകും. അതുപോലെ ഷാറൂഖ് ഖാനുമുണ്ട് ഒരു കഥ പറയാൻ. വർഷം 1965 നവംബർ 2 മിർതാജ് മുഹമ്മദിന്റെയും ലത്തീഫ് ഫാത്തിമയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത്. തന്റെ മുത്തശ്ശി അന്ന് ഇദ്ദേഹത്തിന് പേര് നൽകിയത് അബ്ദുറഹ്മാൻ ആണെങ്കിലും പിതാവ് തന്റെ മകന് മറ്റൊരു പേരാണ് നൽകിയത്, ഷാറൂഖ് ഖാൻ. മംഗലാപുരത്തുള്ള തന്റെ മുത്തശ്ശിയുടെ വീട്ടിലായിരുന്നു ഷാറൂഖ് തന്റെ ചെറുപ്പകാലം അധികവും ചിലവഴിച്ചത്. സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്പോർട്സിലായിരുന്നു ഇദ്ദേഹത്തിന് അധികവും താല്പര്യം. അതോടൊപ്പം സ്കൂളിൽ നടത്തിവരുന്ന നാടകത്തിലും സ്റ്റേജ് പ്രോഗ്രാമിലുമൊക്കെ ഷാറൂഖ് പങ്കെടുത്തു തുടങ്ങി. അന്നത്തെ ബോളിവുഡ് നടന്മാരായ അമിതാഭ് ബച്ചൻ, ദിലീപ് കുമാർ എന്നിവരൊക്കെയായിരുന്നു ഷാറൂഖിന്റെ ചെറുപ്പകാല ഹീറോകൾ. ഇതിനിടെയാണ് വർഷം 1981 ഷാറൂഖിന്റെ പിതാവ് മിർതാജ് മുഹമ്മദ് ക്യാൻസർ ബാധിച്ച് മരണപ്പെടുന്നത്. അന്ന് ഇദ്ദേഹത്തിന്റെ പ്രായം വെറും 16 വയസ്സ് മാത്രമായിരുന്നു. പിതാവിന്റെ മരണം അദ്ദേഹത്തിന്റെ കുടുംബത്തെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. എന്നിരുന്നാലും ഷാറൂഖ് തന്റെ പഠനവുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. വർഷം 1987 ഡൽഹി സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു ബിരുദവും തുടർന്ന് ജാമിയ മില്ലിയ ഇസ്ലാമിയ കോളേജിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഒരു ബിരുദാനന്തര ബിരുദവും ഇദ്ദേഹം നേടുകയാണ്. ചെറിയ നാടകത്തിലും ടെലിവിഷൻ പ്രോഗ്രാമിലുമൊക്കെ ജോലി ചെയ്താണ് ഇദ്ദേഹം അഭിനയത്തിലേക്ക് കടന്നു വരുന്നത്. വർഷം 1988 പുറത്തിറങ്ങിയ ഫൗജി എന്നൊരു TV സീരിയലിലൂടെ ഒരു സൈനിക വേഷം ധരിച്ചാണ് ഇദ്ദേഹം ആദ്യമായി ക്യാമറയുടെ മുമ്പിൽ എത്തുന്നത്. അങ്ങനെ വർഷം 1991 തന്റെ അമ്മയും അങ്ങനെ മരണപ്പെടുകയാണ്. അച്ഛനു പുറകെ അമ്മയും ഇല്ലാതായതോടുകൂടി ഷാറൂഖ് പതിയെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു തുടങ്ങി. ഇങ്ങനെയാണ് ഷാറൂഖ് മുംബൈയിലേക്ക്, ബോളിവുഡിന്റെ നാട്ടിലേക്ക് താമസം മാറുന്നത്. അവിടെ നിന്നാണ് ഷാറൂഖ് അഭിനയിക്കാൻ തുടങ്ങുന്നത്. തനിക്ക് അഭിനയിക്കാനായിട്ട് ഒരു വേഷം ചോദിച്ച് പല സിനിമാ ലൊക്കേഷനിലും പല ഉയർന്ന സിനിമക്കാരെയും ചെന്ന് കാണുമ്പോഴുമൊക്കെ അവരെല്ലാം ഷാറൂഖിനെ പരിഹസിച്ച് മാറ്റി നിർത്തുമായിരുന്നു. പക്ഷേ അന്നവർ ചിന്തിച്ചില്ല അവർ ആരെയാണ് ഈ കളിയാക്കി വിടുന്നതെന്ന്. ഒടുവിൽ നീണ്ട പരിശ്രമത്തിലൂടെ വർഷം 1992 പുറത്തിറങ്ങിയ ദീവാന എന്ന ചിത്രത്തിലൂടെയാണ് ഷാറൂഖ് ഖാൻ ആദ്യമായി സിനിമയിൽ എത്തുന്നത്. ആ ഒരു കാലത്ത് ആമിർ ഖാനും സൽമാൻ ഖാനും ഒക്കെ വലിയ ജനശ്രദ്ധ നേടിയ താരങ്ങളായിരുന്നു. ഇവരുടെ എല്ലാം ഇടയിലേക്കാണ് സിനിമയെക്കുറിച്ച് അറിയാത്ത ആ 25 വയസ്സുകാരൻ ബോളിവുഡിലേക്ക് കടന്നു വരുന്നത്. ഈ സമയത്താണ് ഷാറൂഖ് ഖാനും ഗൗരിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. ഷൂട്ടിങ്ങിന് നൽകിയ വാടക കോട്ടും ധരിച്ചാണ് ഇദ്ദേഹം തന്റെ കല്യാണത്തിനെത്തിയത്. അവിടുന്ന് അങ്ങോട്ട് വില്ലൻ വേഷം ചെയ്തും നായക നടനായുമെല്ലാം അഭിനയം തുടങ്ങിയ ഷാറൂഖ് ഖാന്റെ പേര് പതിയെ ബോളിവുഡിൽ അങ്ങനെ ചർച്ച ചെയ്തു തുടങ്ങി. ഷാറൂഖിന്റെ സിനിമകൾ ഹിന്ദിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിന് പകരം പതിയെ തമിഴിലേക്കും തെലുങ്കിലേക്കുമൊക്കെ അത് വ്യാപിക്കാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തിന്റെ ഓരോ പുതിയ ചിത്രങ്ങൾ ഇറങ്ങുന്നത് കാണാനായിട്ട് ഇന്ത്യയിലെ ആളുകൾ കാത്തിരുന്നു തുടങ്ങി. ഇന്ന് ഷാറൂഖ് ഖാൻ തന്റെ 33 വർഷത്തെ സിനിമാ ജീവിതത്തിൽ അഭിനയിച്ചത് 107-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഈ പറഞ്ഞ കാലയളവിൽ ഇദ്ദേഹത്തിന് നിരവധി അവാർഡുകളും ലഭിച്ചിരുന്നു. പത്മശ്രീ അവാർഡ്, ഫിലിം അവാർഡ്, ബെസ്റ്റ് ആക്ടർ അവാർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നിങ്ങനെ ചെറുതും വലുതുമായിട്ട് 300ഓളം വരുന്ന അവാർഡുകളാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. എന്തിനേറെ പറയുന്നു, ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം 71ാമത് ഫിലിം നാഷണൽ അവാർഡ് നമ്മുടെ പ്രസിഡന്റിന്റെ അടുത്ത് നിന്നും ഏറ്റുവാങ്ങുന്നത് നിങ്ങളും കണ്ടിട്ടുണ്ടാകും. ഇന്ന് ഷാറൂഖ് ഖാൻ ഒരു സിനിമക്ക് വാങ്ങുന്ന പ്രതിഫലം എന്നത് ഏകദേശം 150 കോടി രൂപ മുതൽ 250 കോടി രൂപയോളമാണ്. ഷാറൂഖ് ഖാൻ ഇന്ന് സിനിമക്ക് പുറമെ പല കമ്പനികളുടെയും ബ്രാൻഡ് അംബാസഡറും അതുപോലെ വലിയൊരു ബിസിനസ്സുകാരന് കൂടിയാണ്. മുത്തൂറ്റ് ഫിനാൻസ്, എലാൻ ഗ്രൂപ്പ്, സൊമാറ്റോ, റോഹാൻ കോർപ്പറേഷൻ, IQ എന്നിങ്ങനെ 30ഓളം വരുന്ന കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർ ആയിക്കൊണ്ട് ഷാറൂഖ് ഖാൻ ഇന്ന് പ്രവർത്തിക്കുന്നു. ഇനി ഇദ്ദേഹം നടത്തി വരുന്ന ബിസിനസ്സുകൾ
നോക്കുകയാണെങ്കിൽ അതിലാദ്യം വരുന്നത് സിനിമാ നിർമ്മാണ കമ്പനി ആയിട്ടുള്ള റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്, അതുപോലെ IPL ക്രിക്കറ്റിലെ ക്ലബ്ബായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്പോർട്സിലുള്ള ഷെയർ ഓഹരികൾ, അതും കൂടാതെ റിയൽ എസ്റ്റേറ്റിലുള്ള വലിയ നിക്ഷേപം, ഇനി ഈ പറഞ്ഞതൊന്നും കൂടാതെ ദുബായ്, ലണ്ടൻ എന്നിവിടങ്ങളിലുള്ള കോടികൾ മൂല്യമുള്ള മറ്റനേകം വസ്തുവകകൾ എന്നിവയെല്ലാം ഇന്ന് ഷാറൂഖ് ഖാന്റെ പേരിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് എത്രയായിരിക്കും ഇദ്ദേഹത്തിന്റെ സമ്പത്ത്, ആസ്തി എന്നായിരിക്കും. അതിലേക്ക് നോക്കുകയാണെങ്കിൽ 1.4 ബില്യൺ ഡോളർ അഥവാ 12,400 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ടോട്ടൽ നെറ്റ്വർത്ത് എന്നത്. ഇന്ന് ഇദ്ദേഹം ജീവിക്കുന്നത് വളരെയേറെ ആഡംബരത്തോടു കൂടിയാണ്. ഇനി ഇദ്ദേഹം താമസിക്കുന്ന വീട് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 27,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള മുംബൈയിലെ ഈ ഒരു വീട്ടിലാണ് ഷാറൂഖ് ഖാനും അദ്ദേഹത്തിന്റെ കുടുംബവും ഇന്ന് താമസിക്കുന്നത്. മഞ്ഞത്ത് എന്ന പേരിലാണ് ഈ ഒരു വീട് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാനായിട്ട് ഇദ്ദേഹം ചിലവഴിച്ചത് ഏകദേശം 200 കോടി രൂപയോളമാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതത്ര വലിയ പണമൊന്നുമല്ല. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിന് ലഭിക്കുന്ന വരുമാനമെന്ന് നമുക്ക് ചുരുക്കം പറയാം. മറ്റുള്ള പണക്കാരെ പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കൈവശവും ധാരാളം ആഡംബര കാറുകളുണ്ട്. അതിൽപ്പെട്ട 1-2 കാറുകളൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 10 കോടി രൂപയോളം വിലയുള്ള റോൾസ് റോയ്സ് കള്ളിനാൻ, 11 കോടി 39 ലക്ഷം രൂപ വിലയുള്ള ബുഗാട്ടി വെയ്റോൺ, 4 കോടി രൂപയോളം വിലയുള്ള ബെന്റ്ലി GT, 2 കോടി 69 ലക്ഷം രൂപ വിലയുള്ള ലെക്സസ് LM എന്നിങ്ങനെ അടങ്ങുന്ന 12ഓളം വരുന്ന ആഡംബര കാറുകളുടെ വലിയൊരു ശേഖരം തന്നെ ഇന്ന് ഷാറൂഖ് ഖാനുണ്ട്. ഇനി ഇദ്ദേഹത്തിന് ആകാശത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് 61 മില്യൺ അഥവാ 500 കോടി രൂപ മൂല്യമുള്ള ഒരു പ്രൈവറ്റ് ജെറ്റ് തന്നെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ഗൾഫ് സ്ട്രീം G515 എന്ന് പേരിട്ടിട്ടുള്ള വളരെയേറെ ആഡംബരത്തോടു കൂടിയ മണിക്കൂറിൽ 790 കിലോമീറ്റർ വേഗത്തിൽ പറക്കുന്ന ഒരു ജെറ്റാണിത്. ഇന്ന് ഷാറൂഖ് ഖാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ഇന്ത്യൻ നടനാണ്. ലോകത്ത് മൈക്കിൾ ജാക്സൺ കഴിഞ്ഞാൽ 7 വൻകരയിലും അറിയപ്പെടുന്ന ഒരു പേരായിക്കൊണ്ട് ഷാറൂഖ് ഖാനെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൂടാതെ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്തുള്ള നടന്മാരുടെ പട്ടികയിൽ നിങ്ങൾക്ക് 1ാമത്തെ സ്ഥാനത്ത് പോലും ഇദ്ദേഹത്തിന്റെ പേര് കാണാവുന്നതാണ്. SRK, ബോളിവുഡ് കിങ്, ബാദ്ഷാ, കിങ് ഖാൻ എന്നീ വിളിപ്പേരുകളിലെല്ലാം ഇദ്ദേഹത്തെ ആരാധകർക്കിടയിൽ അറിയപ്പെടുന്നു. ഒരിക്കൽ ഷാറൂഖ് ഖാൻ പറയുകയുണ്ടായി, ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ ആളുകളുടെ അടുത്ത് എത്തുമ്പോൾ ആ ആളുകളുടെ വിജയം ആരംഭിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഷാറൂഖ് ഖാന്റെ ജീവിത കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരനായതിൽ നമുക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം ഒന്ന് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.